ഇത് വേറെ വല്ല സംസ്ഥാനത്തും ഒരിക്കലും ഈ സിനിമ ഇങ്ങനെ പുറത്തിറങ്ങില്ല. മോഹൻലാലിന്റെ തിരിച്ചുവരവിന് നേരുന്ന സിനിമ വലിയ പങ്ക് വഹിച്ചതുപോലെ സുരേഷ് ഗോപിയുടെ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്കുള്ള തിരിച്ചുവരവിന് ഒരു പങ്ക് വഹിക്കുന്ന സിനിമ തന്നെയാണ് JSK എന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി രണ്ട് സിനിമയും ചെറിയൊരു കഥാപശ്ചാത്തലമായിട്ടൊരു സാമ്യമുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മുടെ സുരേഷ് ഗോപിയുടെ ഏറ്റവും ഉചിതമായിട്ടുള്ള JSK എന്ന് പറയുന്ന സിനിമ ഇന്ന് റിലീസായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രവീൺ നാരായണനാണ്. അപ്പോൾ സിനിമയുടെ കഥ നോക്കുകയാണെങ്കിൽ പീഡനത്തിന് ഇരയായിട്ടുള്ള ജാനകി വിദ്യാധരനെ ചുറ്റിപ്പറ്റിയാണ് സിനിമ ആദ്യം മുതൽ അവസാനം വരെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആ ഒരു നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അനുപമ പരമേശ്വരൻ. അഡ്വക്കേറ്റ് ഡേബിൾ ഡോണവൻ എന്ന കഥാപാത്രത്തെയാണ് സുരേഷ് ഗോപി സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ഈ ഒരു സിനിമയുടെ കേന്ദ്ര കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് സുരേഷ് ഗോപിയും അനുപമ പരമേശ്വരനാണ്. രണ്ടുപേരും സിനിമയിൽ ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ സുരേഷ് ഗോപിനെ കാണാൻ പറ്റുന്നത്. ആദ്യം മുതൽ അവസാനം വരെ സുരേഷ് ഗോപി ഇങ്ങനെ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആരാധകർ എങ്ങനെയാണോ സുരേഷ് ഗോപിനെ കാണാൻ ആഗ്രഹിച്ചത് അതേപോലെ തന്നെയാണ് പ്രവീൺ നാരായണൻ സിനിമയിൽ സുരേഷ് ഗോപിയെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഓരോ സീനിലും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഡയലോഗ് കൊണ്ടും സിനിമയിൽ സുരേഷ് ഗോപി ഞെട്ടിച്ചിട്ടുണ്ട്. ഓരോ ഡയലോഗ് ഡെലിവറിയും ഗംഭീരമാക്കിയിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കയ്യടിയുടെ പൂരമായിരുന്നു തിയേറ്ററിൽ. ഇനി നമ്മൾ മറ്റുള്ള കഥാപാത്രത്തെ നോക്കുകയാണെങ്കിൽ ഈ സിനിമയിൽ ആസിഫിയുടെ അനിയൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈജു, അങ്ങനെ ഒരുപാട് താരങ്ങൾ സിനിമയിലുണ്ട്. എന്നിരുന്നാലും എടുത്തു പറയേണ്ടത് ബൈജുവിന്റെ ഒരു കഥാപാത്രത്തെയാണ്. ഗംഭീര പെർഫോമൻസ് ആണ്. ചെറിയ സ്ക്രീൻ സ്പേസേ ഉള്ളൂ എങ്കിലും ഗംഭീരമായിട്ട് തന്നെ സിനിമയിൽ ബൈജു അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ മോഹൻലാലിനെ ജിത്തു ജോസഫ് നേരെന്ന സിനിമ കൊടുത്ത പോലെ നമ്മുടെ സുരേഷ് ഗോപിയുടെ ഒരു ഗംഭീര തിരിച്ചുവരവായിട്ട് തന്നെയാണ് സിനിമ എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രവീൺ നാരായണൻ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സുരേഷ് ഗോപിയെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വേഷത്തിൽ ആ ഒരു എനർജിയിൽ നമുക്ക് സുരേഷ് ഗോപിയെ കാണിച്ചു തന്നിട്ടുണ്ട്. സിനിമ നല്ലതാണ്. കഥയും തിരക്കഥയും എല്ലാം തന്നെ നല്ലതായിട്ട് തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. കാരണം ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീ സുരക്ഷയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അതെങ്ങനെയൊക്കെയാണ് നടപ്പിലാക്കുന്നത് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമാക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ മകനും ഈ സിനിമയിൽ, അതായത് മാധവ് സുരേഷും ഒരു റോളിൽ എത്തിയിട്ടുണ്ട്. ആദ്യം ഒരു അവസാനം വരെ ഉണ്ട്. എന്നിരുന്നാലും അവൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്റ്റേജ് ഷോയിൽ വന്നിട്ട് അച്ഛനെ സ്റ്റാറാക്കിയ ആളുകളൊക്കെ എന്നെ സ്റ്റാറാക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ അഭിനയം വെച്ചിട്ടാണെങ്കിൽ അച്ഛൻ്റെ 7 അയൽവക്കത്ത് പോലും ഈ ചക്ക എത്തില്ല. എന്നിരുന്നാൽ കൂടി ഒന്നുകൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ സിനിമയിലത്തെ അഭിനയം പറഞ്ഞാൽ ശരിക്കും നാടകീയത നന്നായിട്ട് തന്നെ ഈ ഒരു സിനിമയിൽ ഇവന്റെ അഭിനയ രംഗത്ത് വരുന്നുണ്ട്. അതുമാത്രമാണ് ചെറിയൊരു കുറവായിട്ട് കാണുന്നത്. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചെറിയ ഒരു സിംബിന്റെ പേരിൽ നായികയുടെ കൂടെ കട്ടക്ക് നിൽക്കുന്ന പോലീസുകാരനാണെങ്കിൽ ശരി, ഈ പറയുന്ന മാധവ് സുരേഷ് ആണെങ്കിൽ ശരി, അതൊക്കെ ചെറിയൊരു അരോചകമായി തോന്നി. പിന്നെ അതുപോലെ തന്നെ സാധാരണക്കാർക്ക് അറിയാത്ത കുറച്ച് നിയമങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ തന്നെ ഏത് സാധാരണക്കാരനും എങ്ങനെയെങ്കിലും നമുക്ക് ഈ ഒരു നീതിന്യായ വ്യവസ്ഥയിലൂടെ നീതി നേടിയെടുക്കാം എന്നുള്ള ഒരു പോംവഴി പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ തന്നെ എന്ത് തെറ്റ് ചെയ്താൽ അതിപ്പോൾ കുറ്റവാളിയാണെങ്കിലും പ്രതിയാണെങ്കിലും വാദിയാണെങ്കിലും എന്താണെങ്കിലും നല്ലൊരു വക്കീലും മസ്റ്റായിട്ട് വേണം എന്നുള്ള കാര്യം കൂടി നമുക്ക് ഈ സിനിമ പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും സിനിമയിലെ നായകനായിട്ടുള്ള സുരേഷ് ഗോപിയുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് രാഷ്ട്രീയമാണെങ്കിലും അദ്ദേഹത്തിന്റെ സ്വഭാവമാണെങ്കിലും എല്ലാം തന്നെ ഒന്ന് പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. കാരണം രാഷ്ട്രീയം പറയുകയാണെങ്കിൽ സേവാഭാരതിയുടെ ആംബുലൻസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിനിമയിൽ കമ്മ്യൂണിസ്റ്റുകാരെ നല്ല രീതിയിൽ കൊട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ മാധ്യമ പ്രവർത്തകരെ നല്ല രീതിയിൽ തന്നെ സിനിമയിൽ കൊട്ടിയിട്ടുണ്ട്. കൊള്ളേൻ്റെ അടുത്ത് തന്നെയാണ് കൊണ്ടിട്ടുണ്ടാവുക. ആ ലെവലിൽ തന്നെയാണ് സിനിമയിൽ സുരേഷ് ഗോപി കാണിച്ചു വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു കഥാപാത്രം വന്നു പോകുന്നുണ്ട് ചെറുതായിട്ട് ഒരു സെക്കൻഡ്. ആ ഒരു സെക്കൻഡിൽ പോലും പിണറായി വിജയനോട് സാമ്യമുള്ള അതേ മുഖഭാവമുള്ള ഒരാളെ തന്നെയാണ് സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു സെക്കൻഡ് ആണെങ്കിൽ പോലും അതിന് പോലും എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു സിനിമയാണ്. അതേപോലെ തന്നെ ഇന്ന് ഈ നാട്ടിൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെ ആണെങ്കിലും സെൻസർ ബോർഡ് ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയ്ക്കെതിരെ നിന്നു എന്ന് പറഞ്ഞപ്പോൾ ജാനകി എന്ന് പറയുന്ന പേര് മാറ്റി ജാനകി ഒരു ബി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു. അത്രമാത്രമാണ് സെൻസർ ബോർഡിന്റെ വകയായിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് വേറെ വല്ല സംസ്ഥാനത്തും ഒരിക്കലും ഈ സിനിമ ഇങ്ങനെ പുറത്തിറങ്ങില്ല. അതൊരു കാര്യം വ്യക്തമായിട്ട് പറയാം. കാരണം ഇതിൽ ഒരുപാട് രാഷ്ട്രീയക്കാരെ പറയുന്നുണ്ട്, മാധ്യമങ്ങളെ പറയുന്നുണ്ട്, ഓരോരോ ആളുകളെയും വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പല കാര്യങ്ങളും പറഞ്ഞിട്ട് കേരള പോലീസിനെ നമ്പർ 1 കേരള പോലീസ് ആണ് അത്രയെന്ന് പറഞ്ഞിട്ട് കേരള പോലീസിനെ പോലും അതും പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും സിനിമ അതേ രൂപത്തിൽ പ്രേക്ഷകർ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഒറ്റക്കൊമ്പൻ അതുപോലുള്ള വലിയ സിനിമകൾ വരാൻ പോവുകയാണ്. സുരേഷ് ഗോപി തന്നതായിട്ടുള്ള സ്ഥാനം തിരിച്ചു പിടിക്കാൻ തന്നെയാണ് വരവ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു ദിവസം മറ്റു വീഡിയോ കാണാം. അതിലേക്കും ബൈ ബൈ.